ഹായ് മിഥിലാണേ. ഇന്ന് ഞാനൊരു പ്രത്യേക സബ്ജക്റ്റുമായിട്ടാണ് വന്നത്. കാരണം ഒരുപാട് ആൾക്ക് വലിയൊരു അറിവില്ലാത്തൊരു കാര്യമാണ് പലിശനെ പറ്റി. അറിവുണ്ടായിട്ടാണോ അറിയില്ല, അതിനെപ്പറ്റി ഇല്ലാത്തൊരു നോളജ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ഞാൻ കണ്ട സംഭവമാണ് പറയുന്നത്. സാധാരണ നമ്മളെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഒരു സംഭവമുണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മൾ ഷോപ്പ് അല്ലെങ്കിൽ കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ പൈസ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം അവർക്കൊരു ലാഭത്തിൻ്റെ വിഹിതം കിട്ടും. അപ്പം പല സ്ഥാപനങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ ലാഭത്തിൻ്റെ വിഹിതം ഒരു ഫിക്സഡ് എമൗണ്ട് ആയി നിശ്ചയിക്കും. അപ്പം കൊടുക്കുന്ന വ്യക്തി എന്താ വിചാരിക്കുന്നത്, ഞാൻ കച്ചവടത്തിനാണല്ലോ പൈസ കൊടുത്തത്, പകരം ബാങ്കിൽ ഇട്ടാലല്ലേ പലിശ ആവുള്ളൂ എന്ന ചിന്താഗതിയിലാണ്. ശരിക്കും നിങ്ങൾ ചെയ്തത് ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് വാങ്ങുമ്പോൾ അത് പലിശയാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ബിസിനസ്സിൽ, ഞാനൊരു ബിസിനസ്സുകാരനാണ് പറയുന്നത്, കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, ലാഭത്തിൻ്റെ കണക്ക് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ഫിക്സഡ് ആയിട്ട് ഒരു എമൗണ്ട് വാങ്ങുമ്പോൾ അത് പലിശ എന്ന് ചിന്തിക്കുക. ഒരുപാട് ആൾക്കാർ അങ്ങനെ അറിയാതെ പല പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പൈസ ഇടുന്നുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡ് ബിസിനസ്സിലൊക്കെ നിങ്ങൾ പൈസ ഒരുപാട് ആൾക്കാർ അങ്ങനെ കൊണ്ടുപോയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുമ്പോൾ അത് ലക്ഷത്തിന് 600-700 രൂപ തോതിലാണ് കൊടുക്കുക. കാരണം എന്താ, എല്ലാവരും കൂടുതൽ അവിടെയാണ് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ അവർ ഫിക്സഡ് ഒരു എമൗണ്ട് കൊടുക്കും മാസം. അതിന് പകരമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന പൈസ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മാസത്തിലോ അല്ലെങ്കിൽ ഇയർലിയോ എടുക്കുകയാണെങ്കിൽ അത് ഹലാല്, കുഴപ്പമില്ല. കാരണം ബിസിനസ്സിലേക്ക് പൈസ എറിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം അത് ഹലാല്. അല്ലാതെ നിങ്ങളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് വാങ്ങുമ്പം അത് ഹറാമാണ്. 100% അത് പലിശയാണ്. മനസ്സിലാക്കണം. കുറേ ആൾക്കാർ അതിങ്ങനെ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഫിക്സഡ്. അത് ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം അവർ ചിന്തിക്കുന്നത് എന്താ, ബാങ്കിലിട്ടാൽ മാത്രമേ പലിശ ആവുന്ന. അതല്ല കേട്ടോ, കച്ചവടത്തിൽ കൊടുത്താലും ഫിക്സഡ് ആയിട്ടൊരു എമൗണ്ട് വാങ്ങി അത് പലിശ തന്നെയാണ്. അതിലൊരു മാറ്റവും ഇല്ല. നിങ്ങൾ ചെയ്യുന്ന പൈസ കൊടുക്കുന്ന എന്ത് ചെയ്യും, അത് നിങ്ങൾ ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ് വാങ്ങുന്ന റേറ്റിലേക്ക് നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത പോലെ കണക്കിൽ കാണിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, വെച്ചിട്ട് തങ്കം വാങ്ങി അത് ഗോൾഡ് ബിസിനസ്സിലേക്ക് ഇറക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഗോൾഡ് ബിസിനസ് ഉള്ളവരൊക്കെ പെട്ടെന്ന് ഡെവലപ്പ് ആയി പോകും. കാരണം എന്താ, നാട്ടുകാരെ പൈസ മൊത്തം അവിടെ ഉണ്ടാവും. കാരണം അവർക്ക് കണക്കും കാണിക്കാൻ കഴിയും, കാരണം അഡ്വാൻസ് ചെയ്താന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ അതൊക്കെ പലിശയാണ്. അത് കൊടുക്കുന്ന ആളും പലിശ കൊടുക്കുകയാണ്, അത് വാങ്ങുന്ന ആളും പലിശയാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കണത് പലിശ കൊടുക്കണോ വേണ്ടേ? നിങ്ങളങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ലെവൽ മാറ്റണം. ഒന്നല്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ പറയണം, എനിക്ക് എൻ്റെ പൈസക്ക് ലാഭം എന്താണോ, ലാഭം ഉണ്ടോ ഇല്ലേ, അത് മാസമായാലോ ഇയറായാലോ അതിനനുസരിച്ചുള്ളൊരു പൈസ എനിക്ക് മതി. അല്ലാതെ ഇത് സത്യം പറഞ്ഞാൽ കൊടുക്കുന്നത് പലിശനെ പേടിച്ച് കൊടുക്കുന്ന ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് വലിയ അറിവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കൊടുക്കുന്നത്. എന്നെ തന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കലില്ല, പൈസ അങ്ങനെ ചെയ്യുന്നുണ്ടോ, നിങ്ങളെങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യലില്ല, അത് പലിശയാണ് അങ്ങനെ തന്നെ പറയില്ല. കാരണം അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്താൽ സത്യം പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടാലോ. കാരണം എന്തിനാ വെറുതെ പലിശ മക്കൾ തിന്നാൻ കൊടുക്കണ ഹക്കായിട്ടുള്ള ഭക്ഷണം തിന്നൂടെ. കാരണം പലിശ തിന്നണോ? കാരണം നിങ്ങൾ വാങ്ങുന്ന പൈസ പലിശ ആണെങ്കിൽ അത് തിന്നാൻ പറ്റൂല. അതിനെക്കാട്ടി നല്ലെങ്കിൽ ബാങ്ക് കൊണ്ടുപോയിട്ടൂടെ. എല്ലാവരും ചിന്തിക്കുന്നത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയിട്ടാൽ ചെറിയ പൈസയെ കിട്ടുള്ളൂ, അത് പലിശ ആവില്ലല്ലോ. ബാങ്കിലാകുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടില്ല, അതാണ് പലിശ എന്ന്. അതൊരു തെറ്റിദ്ധാരണയാണ്. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പലിശൻ്റെ കേസിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇതേപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ വാങ്ങുന്ന പൈസ മൊത്തം പലിശയായി പോവും. നിങ്ങൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരുപാട് ആൾക്കാർ വലിയ വലിയ ലെവലിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കേണ്ടി. പല ആളുകളും ഒരുപാട് ആ മേഖല എടുത്താലും ബിസിനസ്സുകാർ നിങ്ങളെ പൈസ കൊണ്ടാണ് അവർ ഒരുപാട് ഡെവലപ്പായി പോകുന്നത്. നിങ്ങൾക്ക് വളരെ ചെറിയ പൈസ തരും, അതിന് വിഹിതം എന്നും പറയും. നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ വിഹിതം എന്ന് പറഞ്ഞിട്ടാണ് അവർ തരിക. ശരിക്കും അതല്ല കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഈ മെസ്സേജ് എല്ലാവരിലേക്കും പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പഠിച്ചവൻ്റെ ഭാഗത്ത് ഒരു കൂലി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുക. കാരണം ഒരു പലിശനെ തൊട്ട് നമ്മൾ തടഞ്ഞു കൊടുക്കുക. കാരണം നിങ്ങൾ ഷെയർ ചെയ്താലേ ഈ വീഡിയോ എല്ലാവരും കാണുള്ളൂ. കാരണം എനിക്ക് അതിന് മാത്രം സബ്സ്ക്രൈബറോ അതിന് മാത്രം ഫോളോവേഴ്സോ ഇല്ല. ഞാൻ ഈ കാര്യം പറയുന്ന എല്ലാവരിലേക്ക് എത്തിയാലേ അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ. ആർക്കെങ്കിലുമൊക്കെ ഈ മെസ്സേജ് കണ്ടിട്ട് ഇതിലൊരു മാറ്റം വന്നാൽ, കാരണം എന്താ വെച്ചാൽ ഞാൻ വാങ്ങുന്നത് പലിശ ആണ് എന്ന് അറിഞ്ഞാൽ
അതിലൊരു മാറ്റം വരണം. കാരണം ഒന്നല്ലെങ്കിൽ ആ വ്യക്തി, നിങ്ങൾ കൊടുത്ത വ്യക്തിനോട് നിങ്ങൾ പറയണം എനിക്ക് പ്രോഫിറ്റിനനുസരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ലെവലിൽ ഇങ്ങനെ ഇയർലി ആയിട്ടോ അല്ലെങ്കിൽ മാസം കണക്ക് ക്ലോസ് ചെയ്ത് കറക്റ്റ് പ്രോഫിറ്റ്, കാരണം ഷോപ്പിന്റെ കണക്ക് പ്രകാരം നിങ്ങൾ കൊടുത്ത പൈസ പ്രകാരം ലാഭമോ നഷ്ടമോ എന്ന് പ്രകാരം വാങ്ങണം. അല്ലാതെ നിങ്ങൾ കൊടുക്കരുത് കേട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ അത് പലിശയാണ്. അതിനെക്കാട്ടി നല്ലത് ബാങ്കിലിടുന്ന അത് സെയിമാ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. അതുവരേക്കും ബൈ ബൈ.